ഈ സംസ്ഥാനത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു ധവളപത്രം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വരുന്നുണ്ട്. മനസ്സിലായോ? വരുന്നുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടി അതിൻ്റെ അകത്തുണ്ട്. പെട്രോൾ ആ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. സർ ഇവിടെ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പെട്രോൾ ഡീസൽ നികുതി നിരക്ക് കൂട്ടിയിരുന്നില്ല എന്ന കാര്യം ഓർക്കണം. 2018 LDF സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി കുറക്കാൻ തയ്യാറായി. അതിന്റെ ഭാഗമായി 509 കോടി രൂപയുടെ നികുതി ഇളവ് അന്ന് ജനങ്ങൾക്ക് ഒറ്റയടിക്ക് നൽകുകയും ചെയ്തു. സർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേ വാചകത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംസ്ഥാനത്തോട് പറയേണ്ടത്. അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് പാലിക്കാൻ ഇപ്പം തയ്യാറുണ്ടോ? അതാണ് വരുന്ന പ്രശ്നം. അതിനാണ് അദ്ദേഹം വിശദീകരണം യഥാർത്ഥം നൽകേണ്ടിയിരുന്നത്. ധവളപത്രം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് വരുമ്പോൾ നമുക്ക് കാണാം. അതിനെക്കുറിച്ച് എന്താണോ പറയാനുള്ളത് ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞോളാം. ആ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. സർ, ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത ഗവൺമെന്റിന്റെ ഞാൻ ഇനി ഇതിനെ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ചാല് ഞാൻ ഈ വീഡിയോ ചെയ്തത് കൊണ്ട് തന്നെ എന്നെ ഇതിനടിയിൽ ഒന്ന് തെറി വിളിക്കും. ഞാനിവിടെ എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതായത് VD സതീശൻ പെട്രോളിന്റെ അധികമായി കിട്ടുന്ന ആ ഒരു നികുതി തുക അത് ഒഴിവാക്കണമെന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത് പറഞ്ഞതല്ലേ. ഞാൻ അത് കുറയ്ക്കുമെന്ന് പറഞ്ഞതല്ലേ. അവസാനം ഇവിടെ വന്നിരുന്ന് നിങ്ങൾ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് വാശിയല്ലേ ഇപ്പൊ കാണിക്കുന്നത്. ശരിക്കും എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ കൊണ്ട് കഴിയാത്തത് എന്നെ കൊണ്ട് കഴിയും, കാണിച്ചു തരാ എന്ന് പറഞ്ഞുകൊണ്ട് അത് കുറയ്ക്കല്ലേ വേണ്ടത്. അതല്ലേ ജനങ്ങൾക്ക് ഉപകാരമാവുക. പകരം വാശി കാണിക്കുന്നു. ഇതൊന്നും ശരിയല്ല, വളരെ മോശമാണ്. താങ്കൾ ചെയ്യേണ്ടിരുന്നത് പിണറായി വിജയന്റെ ഈ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് പെട്രോളിന്റെ അധികമായി കിട്ടുന്ന നികുതി അങ്ങ് ഒഴിവാക്കിയിട്ട് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യം ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോ ഞങ്ങളെ വാക്കും കേട്ടിട്ട് അത് കുറയ്ക്കണ്ട എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാ മനസ്സിലായില്ലേ? നിങ്ങളത് കുറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ. നിങ്ങളത് കുറയ്ക്കണം, അതാ വേണ്ടേ.